ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. ഈ വീഡിയോ മൗത്ത് അൾസേഴ്സിനുള്ള ഹോം റെമഡിയും അതുപോലെ ഏത് സമയത്താണ് നമ്മൾ നിർബന്ധമായും ഡോക്ടറിനെ കാണിക്കേണ്ടതെന്നും പറയാം. 10 ഹോം റെമഡീസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തേത്, ഒരുപാട് എരിവുള്ളതും ചൂടുള്ളതും പുളിപ്പുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത്തേത്, ഒരുപാട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, മോരും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഉപ്പുവെള്ളം വായിൽ പിടിക്കുന്നതും നല്ലതാണ്. ഐസോ തണുത്ത പാനീയങ്ങളോ കുടിക്കുകയോ തണുപ്പ് ആ ഭാഗത്ത് തട്ടിക്കുന്നതോ നല്ലതാണ്. വായ്പുണ്ണുള്ള ഭാഗത്ത് വെളിച്ചെണ്ണയോ തേനോ പുരട്ടാവുന്നതാണ്. അടുത്തതായി, അലോവേറ ജെൽ ഈ ഭാഗത്ത് തേക്കാവുന്നതാണ്. ഇനി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു വെള്ളത്തിൽ ചാലിച്ച് ആ ഭാഗത്ത് പേസ്റ്റ് പോലെ ആക്കി തേക്കുകയോ ഇല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി വായിൽ പിടിക്കുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് എരിച്ചിലും ബുദ്ധിമുട്ടും ഒരു കുറവുമില്ലെങ്കിൽ ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓയിൻമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇത് വാങ്ങി തേക്കുക. നല്ല രീതിയിൽ വായ ശുചിയായി സൂക്ഷിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഏതൊക്കെ സമയത്താണ് നമ്മൾ നിർബന്ധമായും ഡോക്ടറിനെ കാണിക്കേണ്ടത്? നിങ്ങളുടെ അൾസേഴ്സ് ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് അൾസർ മാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഭാഗത്ത് പുതിയതായിട്ടൊന്ന് രൂപപ്പെട്ടുവെങ്കിൽ, 2 ആഴ്ചയിൽ കൂടുതലായിട്ടും ഒരു പുണ്ണ് മാറുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഒരുപാട് വലുപ്പമുള്ള ഒരു പുണ്ണ് നിങ്ങളുടെ വായിലുണ്ടെങ്കിൽ, അസഹനീയമായ വേദന ആ പുണ്ണ് കാരണം നിങ്ങൾക്കുമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ തൊണ്ട വരയ്ക്കും ഈ പുണ്ണ് നീണ്ടു പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഡോക്ടറിനെ നേരിട്ട് കാണുക. അതേപോലെ ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും പുണ്ണ് വരുന്നുണ്ടെങ്കിൽ അതത്ര നല്ലതല്ല. തൊട്ടടുത്ത് വല്ല ഷാർപ്പായിട്ടുള്ള പല്ലുമുണ്ടെങ്കിൽ ആ പല്ല് രാഗേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.